ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ സ്റ്റൈലിലും ടേസ്റ്റിലുമുള്ള ചില്ലി ചിക്കൻ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതേ ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ എല്ലൊക്കെ മാറ്റിയതിന് ശേഷം ചതുര കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് അധികം എരിവ് ഉണ്ടാവില്ല. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവറും സോയാ സോസൊക്കെ ചേർക്കണം. നമ്മുടെ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം എല്ലാം കൂടി കൈകൊണ്ട് നന്നായി തിരുമ്മി മിക്സാക്കി എടുക്കുക. ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ മറ്റോ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 സവോള ഇതുപോലെ സ്ക്വയർ പീസായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അല്ലികളാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടെ എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ നമ്മളിവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. സെമി ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചില്ലി ചിക്കനാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ മതിയാവും. അത് തന്നെ നല്ല തിക്കായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് തീരെ കട്ടയില്ലാത്ത വിധം കലക്കിയെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ക്യാപ്സിക്കം, അതുപോലെ സവോള എല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒക്കെ ജസ്റ്റ് ഒന്ന് സോട്ടാവേണ്ട ആവശ്യമേ ഉള്ളൂ. നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് കടിക്കുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി.
ഇതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സോയാ സോസിലും സോസുകളിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വേറെ എരിവ് ചേർക്കണ്ട. ഇനി നമ്മൾ ഇതിലോട്ട് ചില്ലി സോസും കൂടി ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കലക്കി വെച്ചിട്ടിരിക്കുന്ന കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരണം. അപ്പം അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.